അഭിഷേക 2016 നവംബർ 14 പാലക്കാട് ജില്ലയിൽ ദൃശ്യം മോഡൽ ഒരു കൊലപാതകം നടക്കുന്നു. വൃദ്ധ ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പം ദൃശ്യം 2 മോഡലിൽ ആ ഒരു രീതി അവലംബിച്ചുകൊണ്ടായിരുന്നു പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ശരിക്കും എന്തായിരുന്നു ആ കൊലപാതകം? 5 വർഷത്തിന് ശേഷമാണ് പ്രതിയിലേക്ക് എത്തുന്നത്. 5 വർഷത്തോളം ആ കൊലപാതകി വളരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പോലീസിനെ തന്നെ പിടിക്കാൻ സാധിക്കില്ലെന്ന ഉത്തമ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു. അതിനെ പൊളിച്ചത് ക്രൈംബ്രാഞ്ചിൻ്റെ SIT ടീമാണ്. IG ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയിലേക്ക് എത്തുന്നത്. 2016 നവംബർ 15 പുലർച്ചെ ആ കടമ്പഴിപ്പുറത്തിനടുത്ത് കണ്ണക്കുറിശ്ശിയിലെ വടക്കേക്കര ചീരമ്പത്ത് വീട്ടിൽ ഗോപാലകൃഷ്ണൻ 62 വയസ്സാണ്, ഭാര്യ തങ്കമണി 52 വയസ്സാണ്. ഇരുവരും വൃദ്ധ ദമ്പതികളാണ്. ഇരുവരും വീടിനുള്ളിൽ അതിക്രൂരമായി വെട്ടേറ്റ് മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഈ വീടെന്ന് പറയുന്നത് കണ്ണക്കുറിശ്ശിയിലെ ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള വീടാണ്. ആ ഒരു പ്രദേശം പറയുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്തെ ആളുകളെല്ലാം ഉപജീവനം പ്രധാനമായിട്ടും ഈ റബ്ബർ ടാപ്പിംഗ് മറ്റും ജോലികൾ ചെയ്താണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരും കുറവല്ല. അങ്ങനെ ഒരു നാടാണ് കടമ്പഴിപ്പുറം. അപ്പോൾ അവിടെ ഈ ഗോപാലകൃഷ്ണനും ഭാര്യയും അത്യാവശ്യം സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരുന്ന ഒരു കുടുംബമാണ്. പിന്നീട് അവർ മക്കളെ പഠിപ്പിച്ച് മക്കൾ 2 പേരും IT രംഗത്ത് ജോലി ചെയ്യുന്നു. അതിലൊരു മകൻ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ പിന്നീട് സാമ്പത്തികമായ അഭിവൃദ്ധി നേടുന്നു. അങ്ങനെ ഈ കുടുംബം കടമ്പഴിപ്പുറം രജിസ്ട്രാർ ഓഫീസിന് സമീപത്തായി 20 സെൻറ്റ് സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. ഈ അഡ്വാൻസ് കൊടുത്തതിനിടെയാണ് ഈ ഒരു സംഭവം അപ്രതീക്ഷിതമായി ഇരുവരെയും മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസാണ് കേസ് അന്വേഷിച്ചത്. ലോക്കൽ പോലീസ് അന്വേഷണം നടക്കുന്നു. ഈ ക്രൈം സീനിൽ വന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയ്ക്ക് കിട്ടിയത് 12 വിരലടയാളമാണ്. ഇതോടൊപ്പം തന്നെ ഈ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും വടിയും ഇരുമ്പുവടിയും കണ്ടെത്തുന്നു. എന്നാലും ഈ വിരലടയാളം മാത്രം വെച്ച് പ്രതിയിലേക്ക് എത്താൻ സാധിക്കില്ല. അങ്ങനെ 5 മാസത്തോളം ലോക്കൽ പോലീസ് വായുവിൽ കേസ് അന്വേഷിച്ചു. എന്നിട്ടും പ്രതിയിലേക്ക് എത്താത്തതിനെ തുടർന്ന് അവിടെ ഒരു സംയുക്ത സമരസമിതി രൂപീകരിക്കുന്നു. പിന്നീട് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന മുറവിളിക്കൊടുവിൽ അത് ക്രൈംബ്രാഞ്ചിന് വിടുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം 2017 ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. പിന്നീട് 2019 ഇതിനൊരു കടങ്കഥ പോലെയുള്ള ഒരു കേസായി വീണ്ടും തുടരുമ്പോൾ 2019 CBIക്ക് വിടണമെന്ന ആവശ്യത്തിനിടെയാണ് ക്രൈംബ്രാഞ്ച് അന്നത്തെ IG ഇന്നത്തെ DGP S ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു കേസ് ജിഷ കേസൊക്കെ അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിൻ്റെ SIT ടീമിന് വിടുന്നത്. ആ SIT ടീമാണ് ഈ കേസിലൊരു നിർണായക വഴിത്തിരിവുണ്ടാക്കുന്നത്. ഇത് കേസിലെ പ്രതി എന്ന് പറയുന്നത് ഈ കടമ്പഴിപ്പുറത്ത് കണ്ണക്കുറിശ്ശിയിൽ താമസിക്കുന്ന രാജേന്ദ്രൻ എന്ന ചെന്നൈയിലെ ഒരു ഹോട്ടൽ തൊഴിലാളി. ഇയാൾ സമർത്ഥമായി ദൃശ്യം സിനിമയെ അനുകരിച്ചുള്ള കൊലപാതകമാണെന്ന് പറഞ്ഞു. ദൃശ്യം സിനിമയെ തന്നെ അനുകരിച്ച് നടത്തിയ ഒരു കൊലപാതകം ദൃശ്യം 2 മോഡലിൽ പോലീസ് ഈ കേസ് അന്വേഷണത്തിൽ ഒരു തീരുമാനമാക്കുന്നു. ഈ രാജേന്ദ്രൻ ഇവരുടെ വീടിന് സമീപത്തായി താമസിക്കുന്ന ഒരാളാണ്. ഇയാൾ ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ ചായയടിക്കാരനാണ്. ചായ ഉണ്ടാക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇയാൾക്ക് കോവിഡ് കാലത്ത് ഈ സംഭവം നടക്കുന്നത് നവംബർ 15 നവംബർ 14 നവംബർ 8 ഡിമോണിറ്റൈസേഷൻ വരുന്നത് രാജ്യത്ത്. അങ്ങനെ നോട്ട് നിരോധനം നടക്കുന്നു. ഇയാൾക്ക് ചെന്നൈയിൽ തന്നെ ധാരാളം കടമുണ്ട്. 1,90,000 രൂപയോളം കടമുണ്ട്. അങ്ങനെ ഈ കടം തീർക്കാനായിട്ട് ഇയാൾ നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വരുമ്പോൾ ഇവർക്ക് നാട്ടിൽ നിന്ന് അറിയുന്നു ഇവർ അടുത്തിടെ കടമ്പഴിപ്പുറം രജിസ്ട്രാർ ഓഫീസിന് സമീപത്തായി 20 സെൻറ്റോളം സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ ഇയാൾ ചിന്തിക്കുന്നു ഇവരുടെ വീട്ടിൽ തനിക്ക് ആവശ്യത്തിനുള്ള പണമുണ്ട്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അയാൾ അന്നേ ദിവസം രാത്രി അവിടെ പോയൊരു കൊലപാതകം നടത്തുന്നു. ഇതിന് ഉണ്ടാക്കിയ തിരക്കഥയാണ് ദൃശ്യം മോഡലിൽ. കാരണം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം 14-ാം തീയതി ഉച്ചയ്ക്ക് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കണ്ണക്കുറിശ്ശിയിലെ വയലാവിൽ ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് ബസ് കയറുന്നു. ഈ ബസ്സിൽ ഇയാളുടെ പ്രദേശവാസിയായ ശോഭ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീക്ക് കൂടി ഇയാൾ ബസ്സിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. അവർ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഇയാൾ ആ സ്ത്രീക്കും ടിക്കറ്റ് എടുത്ത് നൽകി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ബസ് ഇറങ്ങി താൻ 2:08 ചെന്നൈക്കുള്ള വണ്ടിക്ക് കയറി പോവുകയാണെന്ന് ഇവരോട് പറഞ്ഞു. അങ്ങനെ 2:08 ട്രെയിനും കാത്തിരുന്നില്ല. ഇയാൾ നേരെ ബസ് ഇറങ്ങി വരുന്നത് പാലക്കാട് ടൗണിലേക്കാണ്. അങ്ങനെ പാലക്കാട് ടൗണിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഇയാൾ രാത്രിയോടെയാണ് കടമ്പഴിപ്പുറത്തെ ഈ റബ്ബർ തോട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ വീടിൻ്റെ ഓട് പൊളിച്ച്
ഡൈനിങ് ടേബിളിലേക്ക് ചവിട്ടി ഇറങ്ങുന്ന ഇയാൾ കിടപ്പുമുറിയിലേക്ക് എത്തുന്നു. കിടപ്പുമുറിയിൽ കിടക്കുകയായിരുന്ന ഗോപാലകൃഷ്ണനെയും ഭാര്യ തങ്കമണിയെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ഈ ഗോപാലകൃഷ്ണന്റെ ശരീരത്തിൽ 80ഓളം വെട്ടുകളുണ്ടായിരുന്നു. തങ്കമണിയുടെ ശരീരത്തിൽ 40 വെട്ടുകളുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് മരണകാരണമായത്. അങ്ങനെ ലോക്കൽ പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു പ്രദേശത്ത് സ്വിച്ച് ഓഫ് ആയ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഇയാൾ രാജേന്ദ്രൻ ഇതിലൊരു സസ്പെക്റ്റ് ആയിരുന്നു. ഒരു പോലീസിന് സംശയമുള്ളവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 100ഓളം പേരെ സംശയമുണ്ടായിരുന്നു. ലിസ്റ്റിൽ ഇയാളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയ 12ഓളം ഫിംഗർ പ്രിൻറ്റുകളിൽ 6 എണ്ണം ആണ് മാച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഇയാളുടെ ഫിംഗർ പ്രിൻറ്റ് പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഫിംഗർ പ്രിൻറ്റ് മാച്ച് ചെയ്തില്ല. അതിൻ്റെ കാരണം പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന് പിടികിട്ടിയത്. ഇയാൾ ഈ ചായ അടിക്കാരനായതുകൊണ്ട് തന്നെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് തന്നെ പതിവായി തിളച്ച വെള്ളമടക്കം പതിവായി പെരുമാറിയിരുന്നത് കൊണ്ട് ഇയാളുടെ കയ്യിലെ രേഖകളെല്ലാം മാഞ്ഞു പോയിരുന്നു. അങ്ങനെയാണ് ഇയാൾ ആ ഒരു സമയത്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇയാൾ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ SIT സംഘം കേസ് ഏറ്റെടുത്തോടെയാണ് ഈ ദൃശ്യം 2-ൽ ഈ കേസ് അന്വേഷണം നടന്നു എന്ന് പറഞ്ഞു. 2017 ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം അവർ ചെയ്തത് 4 പേരടങ്ങുന്ന സ്ക്വാഡ് ഈ സംഭവം നടന്ന വീട്ടിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്ററോളം അകലെ 200 മീറ്ററോളം അകലെ ഒരു വാടക വീടെടുത്ത് ആ വീട്ടിൽ ആ നാട്ടുകാരെ പോലെ താമസിച്ചു 1.5 വർഷം കാത്തിരുന്നിട്ടും അവർക്ക് തുമ്പൊന്നും ഉണ്ടായില്ല. പിന്നീട് 2019 SIT ടീം വന്നിട്ട് 2 കിലോമീറ്റർ അകലെ മറ്റൊരു വീടെടുത്ത് അവിടെയും താമസിച്ചു. അതിനുശേഷമാണ് രാജേന്ദ്രനെ പതിവായി വിളിക്കാറുണ്ടായിരുന്നു. രാജേന്ദ്രൻ ഏത് സമയവും അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരാളായിരുന്നു. കാരണം പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലൊന്നും തന്നിലേക്ക് ഇതെത്തരുതെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് വിദഗ്ധമായി ചെന്നൈയിലായിരുന്നു താനെന്ന് കളവ് പറഞ്ഞത്. എന്നാൽ 2019 നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഈ 14-ാം തീയതി ഉച്ചയോടെ ഇയാളുടെ ഫോൺ ഓഫാകുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. അതിനുശേഷം പിന്നീട് ഈ ഫോൺ ഓൺ ആകുന്നത് 36 മണിക്കൂറുകൾക്ക് ശേഷം 15-ാം തീയതി രാത്രി ചെന്നൈ നഗരത്തിലെ ഒരു കോയമ്പേട് ഒരു ലോഡ്ജിലാണ് ഇയാളുടെ ഫോൺ അവസാനമായി പിന്നീട് സ്വിച്ച് ഓൺ ആകുന്നത്. അങ്ങനെ പിന്നീട് ഇയാളെ വിളിച്ചു വരുത്തുന്നു 2021-ലാണ്. അന്ന് കോവിഡ് ലോക്ക്ഡൗണിനെ തുടർന്ന് ഇയാൾ നാട്ടിലുള്ള സമയമാണ്. കോവിഡ് ലോക്ക്ഡൗണിൽ വീട്ടിലേക്ക് വരുന്ന ഇയാളെ വീണ്ടും ക്രൈംബ്രാഞ്ചിൻ്റെ SIT ടീം ചോദ്യം ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം ഇയാളുടെ വിരലടയാളം വീണ്ടും പരിശോധിക്കുന്നു. വിരലടയാളം പരിശോധിക്കുമ്പോൾ അറിയുന്നത് മാച്ച് ചെയ്തു. കാരണം 8 മാസത്തോളമായി ഇയാൾക്ക് ലോക്ക്ഡൗണിനെ തുടർന്ന് പണിയില്ലാതിരിക്കുകയാണ്. സ്ഥിരമായി ചായ അടിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇപ്പോഴും അയാളുടെ ഫിംഗർ പ്രിൻറ്റ് മാച്ചാകില്ല. പക്ഷേ എന്തുകൊണ്ടോ ആ നോട്ട് നിരോധനം, അതുപോലെ തന്നെ കോവിഡ് ലോക്ക്ഡൗൺ, ഇതെല്ലാം ഈ കേസിൽ വളരെ നിർണായകമായ ഘടകങ്ങളാണ്. ഇത് കൂടാതെ പോലീസ് പിന്നീട് അന്വേഷിച്ചപ്പോൾ തെളിഞ്ഞത് ഇയാൾക്ക് ഏകദേശം 1,90,000 രൂപ ചെന്നൈയിൽ കടമുണ്ടായിരുന്നു. ഈ കടം ഇയാൾ വീട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സോഴ്സ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം ചെയ്യലിനോടും പിടിച്ചു നിൽക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് ഈ കുറ്റം സമ്മതിക്കുന്നത്. ഇത് കൂടാതെ മറ്റ് 2 കേസുകളും കൂടി ഇയാളുടെ തലയിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ സംഭവം നടക്കുന്നതിന് 16 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2004 ഏപ്രിലിൽ ഈ കടമ്പഴിപ്പുറത്തെ ഗോപാലകൃഷ്ണൻ്റെ വീടിൻ്റെ സമീപത്തുള്ള രാധ എന്ന സ്ത്രീയുടെ വീട്ടിൽ രാത്രി ഒരു അതിക്രമം നടന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇവരെയും മകനെയും തലക്കടിച്ച് വീഴ്ത്തി ഇവരുടെ മാല കവർന്നു അക്രമി രക്ഷപ്പെട്ടു. അതും ലോക്കൽ പോലീസ് യാതൊരു തുമ്പുമില്ലാതെ കേസ് അന്വേഷണം അവസാനിപ്പിച്ച കേസാണ്. അത് പിന്നീട് പ്രദേശവാസികൾ ഇയാളെ പിടിച്ചതോടെ ഈ കൊലപാതകം ഈ ഒരു അക്രമം നടത്തിയ ഇയാളാണെന്ന് പിന്നീട് പരാതി ഉയർന്നു, അന്വേഷിക്കണമെന്ന്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നറിയില്ല. അതോടൊപ്പം തന്നെ 2010 ഇയാളുടെ ചായക്കടയ്ക്ക് സമീപം, ചെന്നൈക്ക് കോയമ്പേടിന് സമീപത്തുള്ള ഇയാളുടെ ചായക്കടയ്ക്ക് സമീപത്തെ വീട്ടിൽ വൃദ്ധ ദമ്പതികൾ തലക്കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഇയാളെ ചെന്നൈ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് ഈ 2 ക്രൈം. ഇത് കൂടാതെ കടമ്പഴിപ്പുറത്ത് ഇയാളുടെ വ്യാപാര പങ്കാളിയായിരുന്ന സുഹൃത്തിനെ തലക്കടിച്ചൊരു കേസും ഇയാൾക്കുണ്ടായിരുന്നു. അത് കേസായില്ല, അത് പരസ്പരം ഒത്തുതീർപ്പാക്കിയ ഒരു സംഭവമാണ്. പിന്നീട് ക്രൈംബ്രാഞ്ച് എന്തായാലും ശാസ്ത്രീയമായ തെളിവുകൾ 12-ൽ 6 ഫിംഗർ പ്രിൻറ്റും മാച്ച് ചെയ്തു. അങ്ങനെ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അടക്കുന്നു. ഈ കേസന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ ഇയാൾക്ക് ജാമ്യം നേടാൻ ക്രൈംബ്രാഞ്ച് അവസരമൊരുക്കി, അല്ലെങ്കിൽ കേരള പോലീസ് അവസരമൊരുക്കി എന്ന് വേണം പറയാൻ. 2021 അറസ്റ്റിലായതിനു ശേഷം 90 ദിവസത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങി. നിലവിൽ എന്താണ് ആ കേസിൻ്റെ അവസ്ഥ എന്നറിയില്ല. ഇതാണ് ദൃശ്യം മോഡലിൽ കടമ്പഴിപ്പുറത്ത് വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയ സംഭവവും
ദൃശ്യം 2 മോഡലിൽ പോലീസ് ക്രൈംബ്രാഞ്ച് 5 വർഷത്തിന് ശേഷം അതിൻ്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിച്ചതും